തലയ്ക്ക് പരിക്കേറ്റ് ചേലച്ചുവട് ബസ് സ്റ്റാൻഡിൽ രക്തം വാർന്നു കിടന്നയാളെ ആരും തിരിഞ്ഞു നോക്കിയില്ല. പലരും അതുവഴി കടന്നു പോയെങ്കിലും ചെളിവെള്ളത്തിൽ കിടന്ന യുവാവിന് എന്തു പറ്റിയെന്ന് നോക്കാനുള്ള മനസാക്ഷി പോലും ആർക്കും ഉണ്ടായില്ല. ഒടുവിൽ സഹായത്തിനെത്തിയത് സ്കൂൾ വിദ്യാർത്ഥികൾ. വാഴത്തോപ്പ് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥികളായ അഡോണും ജിൻസും ആണ് യുവാവിനെ ആശുപത്രിയിലെത്തിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് 5:30-ക്കായിരുന്നു സംഭവം. തൃശൂർ സ്വദേശിയായ ജിസ്മോൻ എന്ന യുവാവായിരുന്നു അപകടത്തിൽപ്പെട്ടത്. ബസ് സ്റ്റാൻഡിലൂടെ നടന്നു പോകവെ ചെളിവെള്ളത്തിൽ തെന്നി വീണ് തലയ്ക്ക് പരിക്കേറ്റതോടെ എഴുന്നേൽക്കാൻ പറ്റാതായി. ചോര വാർന്ന് ബസ് സ്റ്റാൻഡിലെ ചെളിവെള്ളത്തിൽ മണിക്കൂറുകളോളം കിടക്കുകയായിരുന്നു യുവാവ്. ആരും തിരിഞ്ഞു നോക്കിയില്ല. ഈ സമയത്താണ് അഡോണും ജിൻസും ബസ് സ്റ്റാൻഡിൽ എത്തിയത്. ചെളിവെള്ളത്തിൽ കിടക്കുന്ന ജിൻസിനെ കണ്ട ഇരുവരും സമീപത്തെ ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ച് യുവാവിനെ CSI ആശുപത്രിയിൽ എത്തിച്ചു. പരിക്ക് ഗുരുതരമാണെന്നും മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണമെന്നും ഡോക്ടർമാർ നിർദ്ദേശിച്ചു. പോലീസിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ചെങ്കിലും സഹായം ലഭിച്ചില്ല. തുടർന്ന് കുട്ടികൾ തന്നെ പരിക്കേറ്റ യുവാവിനെ ആംബുലൻസിൽ ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആംബുലൻസ് ഡ്രൈവറുടെ ഫോൺ വാങ്ങി കുട്ടികൾ സ്വന്തം വീടുകളിൽ വിവരം അറിയിക്കുകയും ചെയ്തു. മെഡിക്കൽ കോളേജിൽ എത്തിച്ച ശേഷം യുവാവിന്റെ ഫോണിൽ നിന്ന് സുഹൃത്തുക്കളെ വിളിച്ചറിയിക്കാനും ഇവർ തയ്യാറായി. ആശുപത്രിയിൽ കൂട്ടുനിൽക്കാൻ ആളില്ലാതെ വന്നതോടെ കുട്ടികൾക്ക് ഉടനെ തിരിച്ചു പോകാനും കഴിഞ്ഞില്ല. ഇടുക്കി പോലീസ് എത്തി മെഡിക്കൽ കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാരനെ ചുമതല ഏൽപ്പിച്ച ശേഷം രാത്രിയിലാണ് കുട്ടികൾക്ക് വീടുകളിലേക്ക് മടങ്ങിപ്പോകാനായത്. ഇന്നലെ ആശുപത്രിയിൽ നിന്ന് ജിസ്മോൻ നാട്ടിലേക്ക് മടങ്ങി. ചേലച്ചുവട് പേക്കൽ സന്തോഷിന്റെ മകനാണ് അഡോൺ. വിച്ചാട്ട് സജിയുടെ മകനാണ് ജിൻസ്. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.